ആ പി എച്ച് വാല്യൂ. അപ്പൊ അവിടെ വീണ്ടും അവിടെ നമുക്ക് ദഹിപ്പിക്കാൻ വേണ്ടി, ഡൈജസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ ആസിഡാണ് ഉണ്ടാക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റൊമക്, ഹെൽപ്സ് ഇൻ ഡൈജഷൻ ഓഫ് ഫുഡ്. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. ഡ്യൂ ടു ടു മച്ച് പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് കോസസ് പെയിൻ ആൻഡ് ഇറിറ്റേഷൻ. സ്റ്റൊമക്കില് അൾസർ, അസിഡിറ്റി എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണ്? അവിടെ ഡ്യൂ ടു ടു മച്ച് പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് കോസസ് പെയിൻ ആൻഡ് ഇറിറ്റേഷൻ. അങ്ങനെ ആസിഡ് കൂടുതലായിട്ട് വന്നാൽ നമ്മുടെ പെയിൻ ഉണ്ടാവും, അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പോൾ ആസിഡിറ്റി ഉണ്ടാകുമ്പോൾ ഇൻഡൈജഷൻ പ്രോബ്ലംസ്. ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്സ്, ബേസ് ആൻഡ് സോൾട്ട്സ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ വിവരണങ്ങളൊക്കെയാണെന്ന് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ ടൂത്ത് ഡീക്കേ. അപ്പൊ നമ്മൾ നേരത്തെ സലൈവയുടെ കാര്യം പറഞ്ഞിരുന്നു, അവിടെ അസിഡിക് ആണോ എന്ന സംഭവങ്ങളൊക്കെ. അപ്പോ അങ്ങനെ അസിഡിക് ആണെങ്കിൽ അത് നമ്മുടെ പല്ലിനെ ബാധിക്കില്ലേ? അപ്പോ ഈ വായിൽ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താവും? അത് ടൂത്ത് ഡീക്കേക്ക് കാരണമാവും. അപ്പൊ പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് എന്തായിരിക്കണം? ബേസിക് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം. ടൂത്ത് ഡീക്കേ സ്റ്റാർട്ട്സ് വെൻ pH ഓഫ് മൗത്ത് ഈസ് ലോവർ ദാൻ 5.5. നമ്മൾ നേരത്തെ ടേബിളിൽ സലൈവയുടെ pH ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോ അസിഡിക് ആണെന്നാണ് നമ്മൾ അവിടെ നിന്ന് കൺക്ലൂഷൻ എത്തിയത്. അപ്പൊ ഇവിടെ ഈ മൗത്തിന്റെ pH 5.5ലും കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ പല്ലിനൊക്കെ കേടുപാട് സംഭവിക്കാൻ തുടങ്ങും. ടൂത്ത് ഇനാമൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽസ്യം ഹൈഡ്രോക്സി പെറ്റൈറ്റ്, എ ക്രിസ്റ്റലൈൻ ഫോം ഓഫ് കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റിന്റെ ഒരു ക്രിസ്റ്റലൈൻ ഫോം ആണ് നമ്മുടെ ടൂത്ത് ഇനാമൽ എന്ന് പറയും. ബാക്ടീരിയ പ്രസന്റ് ഇൻ ദ മൗത്ത് പ്രൊഡ്യൂസ് ആസിഡ്സ്. ഈ ബാക്ടീരിയ ആണ് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബൈ ഡീഗ്രഡേഷൻ ഓഫ് ഷുഗർ ആൻഡ് ഫുഡ് പാർട്ടിക്കിൾസ് റിമൈനിങ് ഇൻ ദ മൗത്ത് ആഫ്റ്റർ ഈറ്റിംഗ്. അപ്പൊ നമ്മുടെ ഭക്ഷണം കഴിച്ച ശേഷം ഷുഗറോ അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസോ അവിടെ വായ നന്നായി വൃത്തിയാക്കിയില്ലെങ്കിൽ, വൃത്തിയാക്കിയാലും കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ബാക്ടീരിയാസ് എന്ത് ചെയ്യുന്നു? ബാക്ടീരിയ present in the mouth produces acids by degradation of sugar and food particles remaining in the mouth after eating. ഭക്ഷണത്തിന് ശേഷം അവിടെ ബാക്കി ഉള്ള അവശേഷിക്കുന്ന ഫുഡിന്റെ പാർട്ടിക്കിൾസിനൊക്കെ അതിൽ നിന്നുമാണ് ബാക്ടീരിയാസ് എന്ത് ചെയ്യുന്നത്? ഈ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് പല്ലിനൊക്കെ കേടുപാടുണ്ടാവും. യൂസിങ് ടൂത്ത് പേസ്റ്റ് വിച്ച് ആർ ജനറലി ബേസിക്. ഇപ്പൊ നമുക്കറിയാം, അവിടെ ആസിഡ് ഉണ്ടാവുന്നെങ്കിൽ ബേസ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ എന്താവും? അത് ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ യൂസിങ് ടൂത്ത് പേസ്റ്റ് വിച്ച് ആർ ജനറലി ബേസിക് ഫോർ ക്ലീനിങ് ദ ടീത്ത് ക്യാൻ ന്യൂട്രലൈസ് ദ എക്സസ് ആസിഡ് ആൻഡ് പ്രിവെന്റ് ടൂത്ത് ഡീക്കേ. അപ്പൊ ഈ ടൂത്ത് പേസ്റ്റ് പതഞ്ഞ് അവിടെ ക്ലീൻ ആക്കുക മാത്രമല്ല, അതിന്റെ കൂടെ എന്തും ചെയ്യുന്നുണ്ട്? ഇത് ബേസിക് ആണ് ഈ ടൂത്ത് പേസ്റ്റുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഫുഡിന്റെ വേസ്റ്റിനെ വൃത്തിയാക്കുന്നു. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അത് വൃത്തിയാക്കുന്നു, അവിടെ പത വരുന്നു, സോപ്പ് പറയുന്ന പോലെ പതഞ്ഞതിനെ ക്ലിയർ ആക്കുന്നു എന്നത് കൂടാതെ അവിടുത്തെ ആസിഡിനെയും കൂടെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ദാറ്റ് പ്രിവെന്റ് ടൂത്ത് ഡീക്കേ. അപ്പൊ പല്ലിന് കേടുപാടുണ്ടാകുന്നൊക്കെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റൊമക് അസിഡിറ്റി. ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 7 to 7.8 ആണെന്നൊക്കെ ഒരു ഇതിൽ കഴിഞ്ഞൊരു ക്ലിപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ pH 7.35 to 7.45 ആണ് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ഉണ്ടാവുന്ന ആ pH വാല്യൂ. അപ്പൊ അവിടെ വീണ്ടും അവിടെ നമുക്ക് ദഹിപ്പിക്കാൻ വേണ്ടി, ഡൈജസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ ആസിഡാണ് ഉണ്ടാക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റൊമക്, ഹെൽപ്സ് ഇൻ ഡൈജഷൻ ഓഫ് ഫുഡ്. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. ഡ്യൂ ടു ടു മച്ച് പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് കോസസ് പെയിൻ ആൻഡ് ഇറിറ്റേഷൻ. സ്റ്റൊമക്കില് അൾസർ, അസിഡിറ്റി എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണ്? അവിടെ ഡ്യൂ ടു ടു മച്ച് പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് കോസസ് പെയിൻ ആൻഡ് ഇറിറ്റേഷൻ. അങ്ങനെ ആസിഡ് കൂടുതലായിട്ട് വന്നാൽ നമ്മുടെ പെയിൻ ഉണ്ടാവും, അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പോ അസിഡിറ്റി ഉണ്ടാകുമ്പോൾ ഇൻഡൈജഷൻ പ്രോബ്ലംസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ആഡിങ് ബേസിക് സബ്സ്റ്റൻസസ് കോൾഡ് antacid. ബേസിക് സബ്സ്റ്റൻസ് ദാറ്റ് ന്യൂട്രലൈസ് ആസിഡ് ഇൻ ദ സ്റ്റൊമക്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിക്കേണ്ട
മരുന്നുകൾ അല്ലെങ്കിൽ ബേസിക് സബ്സ്റ്റൻസ് അത് കഴിച്ചാലാണ് എന്ത് ചെയ്യുക, ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റണം. അവിടെ അസിഡിറ്റി ആണ്. ഇത് അസിഡിറ്റി ഇൻഡൈജഷൻ പ്രോബ്ലംസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ആഡിങ് ബേസിക് സബ്സ്റ്റൻസ്. അപ്പോൾ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ബേസിക് സബ്സ്റ്റൻസ് ആഡ് ചെയ്യണം. അത് മരുന്നായിട്ടോ ഒക്കെ നമ്മൾ കഴിക്കും. അതിനെ പറയുന്ന പേരാണ് ആന്റാസിഡ്സ് എന്ന് പറയുന്നത്. ബേക്കിംഗ് സോഡ പ്ലസ് ലെമൺ, അപ്പക്കാരം കലക്കി കുടിക്കുക വെച്ചാൽ അസിഡിറ്റി കുറയും, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ബേക്കിംഗ് സോഡ പ്ലസ് ലെമൺ ആണ് അവിടെ, ലെമൺ ആസിഡ് ആണെങ്കിൽ അപ്പൊ അതിനെ കൺട്രോൾ വെറുതെ ഒരു സ്പൂൺ അപ്പക്കാരം എടുത്ത് കലക്കി കുടിച്ചാൽ ശരിയാവൂല, അസിഡിറ്റി ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനൊക്കെ അളവുകളുണ്ട്. അപ്പോ അത് കൃത്യമായ രീതിയിൽ കഴിച്ചാൽ, പിന്നെ നമ്മളെ മരുന്നുകൾ അസിഡിറ്റി കുറയ്ക്കാനുള്ള മരുന്നുകളിലൊക്കെ അതിനൊക്കെയാണ് നമ്മൾ ആന്റാസിഡ് എന്ന് പറയുന്നത്. അത് കൂടുതലും ബേസിക് പ്രോപ്പർട്ടികളായിരിക്കും. അപ്പോൾ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അതിന് എക്സാമ്പിൾ ആണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ഈ ആന്റാസിഡ്സ് പെടുന്നതാണ്. ഇതാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. സോയിൽ പി എച്ച് ഇൻ ദ ബാക്ക് യാർഡ്, പറമ്പില് മണ്ണിന്റെ പി എച്ച്, അതിനൊക്കെ പ്രാധാന്യമുണ്ടോ? മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ഗ്രോ ബെസ്റ്റ് വെൻ ദ പി എച്ച് ഓഫ് സോയിൽ ഈസ് ക്ലോസ് ടു 7. ആസിഡും അല്ല ബേസിക്കും അല്ല, 7നോട് ഏറ്റവും അടുത്ത് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് കൂടുതൽ ചെടികൾക്ക് മരങ്ങൾക്കൊക്കെ വളരാൻ പറ്റുക. ഇഫ് ദ സോയിൽ ഈസ് ടു അസിഡിക് ഓർ ടു ബേസിക്, ദ പ്ലാന്റ്സ് ഗ്രോ ബാഡ്ലി ഓർ ഡു നോട്ട് ഗ്രോ അറ്റ് ഓൾ. അപ്പോ ഈ മണ്ണ് അസിഡിക് ആയാലും അല്ലെങ്കിൽ ബേസിക് ആയാലും അവിടെ ആ പ്രോപ്പർട്ടി മാറുമ്പോൾ പ്ലാന്റ്സിന് വളരാനുള്ള സാഹചര്യം കുറയും. ഇതാ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ദ സോയിൽ ഈസ് അസിഡിക്, then it is treated with materials like quicklime. അത് ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ക്വിക്ലൈം ചേർത്ത് മണ്ണിൽ കൾട്ടിവേഷൻ എങ്ങനെയാണ് ബാധിക്കുക, എന്തിനാണ് എക്സൈസിലെ ക്വസ്റ്റൻ ആകത്തുണ്ട്. അപ്പൊ ആ ക്വസ്റ്റിന്റെ ആൻസർ നോക്കുമ്പോൾ ഇത് ഓർത്ത് വെച്ചോളുക. ഇഫ് ദ സോയിൽ ഈസ് അസിഡിക് ആണ് എന്ത് ചെയ്യണം, ആ അസിഡിറ്റി കുറയ്ക്കണം. അതിനെന്ത് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അവിടെ ചേർക്കാം, അപ്പോഴാണ് ന്യൂട്രലൈസ് ചെയ്യുക. ഇഫ് ദ സോയിൽ ഈസ് അസിഡിക് then it is treated with മെറ്റീരിയൽസ് ലൈക്ക് ക്വിക്ലൈം. അത് കഴിയുമ്പോൾ ക്വിക്ലൈം ഒക്കെ ചേർത്ത് അസിഡിറ്റി ഒക്കെ അത് ബാലൻസ് ചെയ്ത് സോയിലിന്റെ പി എച്ച് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നന്നായിട്ട് ചെടികളൊക്കെ വളരാൻ തുടങ്ങും. സെൽഫ് ഡിഫെൻസ് ബൈ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, അതിനും ഈ ആസിഡ് പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. തുറുമ്പ് കടിച്ചാൽ തേനീച്ച കുത്തിയാലൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷനൊക്കെ ഉണ്ടാകാനുള്ള കാരണം. സെൽഫ് ഡിഫെൻസ് ബൈ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ത്രൂ കെമിക്കൽ വാർഫെയർ. അപ്പോ എങ്ങനെയായിരിക്കും, അതിന് ഓരോ എക്സാമ്പിൾ നോക്കാം. മെനി ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദെയർ എനിമീസ് ബൈ ഇൻജെക്ടിങ് പെയിൻഫുൾ ആൻഡ് ഇറിറ്റേറ്റിംഗ് ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻ ടു ദെയർ സ്കിൻ. ചില ചെടികളിലൊക്കെ പോയി തൊട്ടാൽ നമുക്ക് ചൊറിയും, ആ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകാനുള്ള കാരണം. അതുപോലെ ചില ഇൻസെക്ട്സ് ഒക്കെ തേനീച്ച കുത്തിയാലൊക്കെ അല്ലെങ്കിൽ ഉറുമ്പ് കടിച്ചാൽ പോലും നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള കാരണം അത് ഇൻജെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ആസിഡോ ബേസോ അങ്ങനെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും. വെൻ എ ഹണി ബി sting a person, it injects an acidic liquid, അതായത് മെത്തനോയിക് ആസിഡ് ആണ് ഈ തേനീച്ച കുത്തിവെക്കുന്നത്. ഇറ്റ് ഇൻജെക്ട്സ് ആൻ acidic liquid called methanoic acid to the skin. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു പൊള്ളലും വേദനയ്ക്കും ഉണ്ടാകുന്ന കാരണം. ഓൾസോ കോൾഡ് ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡ് എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മെത്തനോയിക് ആസിഡ് ഇതിനെ പറയുന്ന പേരാണ് ഈ ഫോർമിക് ആസിഡ്. വെൻ എ വാസ്പ് സ്റ്റിങ്സ് ഇറ്റ് ഇൻജെക്ട് ആൻ ആൽക്കലൈൻ ലിക്വിഡ് ഇൻ ടു സ്കിൻ. അത് ആൽക്കലൈൻ ലിക്വിഡ് ആണ് കുത്തിവെക്കുന്നത്. അവിടെ നമുക്ക് ചൊറിഞ്ഞ് അടിക്കുന്നൊക്കെ ഉണ്ടാവും. ദെൻ ദ റബ്ബിംഗ് എ മൈൽഡ് ബേസ് ലൈക്ക് ബേക്കിംഗ് സോഡ ഓൺ ദ സ്റ്റൺ ഏരിയ ഓഫ് ദ സ്കിൻ. അസിഡിക്കും ആൽക്കലൈൻ ആണുള്ളത്. അപ്പോ ബേസ് എവിടെയാണ് ചേർക്കുക, അസിഡിക് ആണെങ്കിൽ അവിടെ ബേസ് ചേർക്കുക. ആൻഡ് ആൻസ് സ്റ്റിങ് ഇൻജെക്ട് മെത്തനോയിക് ആസിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, തേനീച്ചയുടെ കേസിൽ പറഞ്ഞു, ഉറുമ്പിലും എന്താ ഉള്ളത്, ഈ മെത്തനോയിക് ആസിഡ് ആണ്. ഇൻ ടു സ്കിൻ ഓഫ് എ പേഴ്സൺ കോസിങ് ബേണിംഗ് പെയിൻ. ആസിഡ് വരുമ്പോൾ നമുക്ക് പൊള്ളുന്ന പോലെ പെയിൻ ഉണ്ടാവും, ബേണിംഗ് പെയിൻ. അപ്പൊ ഉറുമ്പ് ചെയ്യുന്നതും അവിടെ വലിയ ഉറുമ്പൊക്കെ അതൊക്കെ കടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന തേനീച്ച കുത്തുന്ന പോലെ എല്ലാം ഒരേ റേഞ്ചിലായിരിക്കില്ല, എങ്കിലും അത് രണ്ടും ചെയ്യുന്നത്
ഒരേ സംഭവം തന്നെയാണ്. മെത്തനോയിക് ആസിഡ് ആണ് ഇവിടെ കുത്തിവെക്കുന്നത്, ഉറുമ്പ് കുത്തിവെക്കുന്നു. A traditional remedy is rubbing the area with the leaf of the dog plant, which often grows beside the nettle in the wild. അപ്പോൾ കാട്ടിലൊക്കെ വളരുന്ന ചെടിയാണ്. അപ്പോൾ മെത്തനോയിക് ആസിഡിനെ അവിടെ ഡയല്യൂട്ട് ചെയ്യാൻ പറ്റും, ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും ഈ ചെടിക്കാണെങ്കിൽ. Stinging hair of nettle leaves inject methanoic acid causing. ചില ഇലയിൽ തട്ടിയാലൊക്കെ ചൊറിയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ എന്താ ഈ ഫിഗർ കണ്ടിരുന്നെങ്കിൽ പരിചയമുള്ള ഇലയായിരിക്കും. അപ്പോ ഇതിന്റെ ആ ഹെയറിൽ അത് തട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചൊറിച്ചിലുണ്ടാവും. കാരണം എന്തായിരിക്കും? അതും ഇഞ്ചക്ട് മെത്തനോയിക് ആസിഡ്. നമ്മൾ ഡയറക്റ്റ് ഇഞ്ചക്ട് ചെയ്യുന്നത് നമ്മളതിൽ പോയി തട്ടുമ്പോൾ അവിടെ നമുക്ക് വരഞ്ഞു കഴിഞ്ഞാലും എന്താവും? ഈ മെത്തനോയിക് ആസിഡിന്റെ അംശങ്ങൾ അതിൽ പറ്റും. അപ്പോ അവിടെയും പെയിൻ. എ ട്രഡീഷണൽ റെമഡി ഈസ് rubbing the area with the leaf of dog plant which often grows beside the nettle in the wild. അപ്പൊ ഒരു ഇലകൾ ഒരു ചെടിയിൽ നിന്നുണ്ടാകുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂല ഇല. അത് ഇത് വെച്ചിട്ട് റബ്ബ് ചെയ്താൽ ആ അസ്വസ്ഥത മാറും എന്നാണ് പറയുന്നത്.